അതിനുശേഷം നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാവുന്നതാണ്. കൺട്രോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുക. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമായ മാറ്റർ ടൈപ്പ് ചെയ്യുക. സെലക്ട് ചെയ്തുകൊണ്ട് ഞാനിവിടെ പോസ്റ്റ് ഇംപ്ലിമെന്റേഷൻ, ഇവിടെ നമുക്ക് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാവുന്നതാണ്. ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ്, ഇതിന്റെ ആരോ. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ആരോന്റെ ഹെഡ് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞാണ് ഇരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഇൻസെർട്ടിൽ വന്നുകൊണ്ട് മറ്റൊരു ഷേപ്പ്, ഈ രീതിയിലുള്ള പുതിയൊരു ഷേപ്പ് നമ്മൾ വരയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഇപ്പോൾ നമ്മളിവിടെ കോപ്പി എടുത്തുകൊണ്ട് നമുക്കിതിനെ ഇതിന്റെ ഫോർമാറ്റ് ഓപ്ഷനിൽ വരിക. അതിനുശേഷം ഇവിടെ റൊട്ടേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആരോ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് വരുന്നതാണ്. വീണ്ടും ഞാൻ ഇത് സെലക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. കൺട്രോൾ ഷിഫ്റ്റ്, ഈ ആരോയുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. കൺട്രോൾ ഷിഫ്റ്റ്, ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് മറ്റേ മാറ്റർ അടിച്ചു കൊടുക്കുക. തെറി വർക്ക്. വീണ്ടും ഞാൻ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. കൺട്രോൾ ഷിഫ്റ്റ്, ഈ ആരോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. മാറ്റർ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ബോക്സിനകത്തേക്ക് ആവശ്യമായ മാറ്റർ അടിക്കുക. പ്രോഗ്രാം, ഇനി ഇവിടെ ഒരു ആരോ ആവശ്യമാണ്. അതിനായിട്ട് ഞാൻ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. നമുക്ക് ഒരേ അലൈൻമെന്റിൽ വേണമെങ്കിൽ മാത്രമാണ് ഷിഫ്റ്റും കൺട്രോളും നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് മാത്രം മതിയെങ്കിൽ കൺട്രോൾ മാത്രം ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാവുന്നതാണ്. ഇത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ കൊടുക്കുക. ഇത് പൊസിഷൻ ചെയ്യുക. ഇത് ഞാൻ താഴത്തേക്ക് ഇറക്കി വയ്ക്കുന്നു. ഇനി ഇതിന്റെ മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കൺട്രോൾ ഷിഫ്റ്റ്, ഇതിന്റെ ഹെഡ് നമുക്ക് മുകളിലേക്കാണ് വരേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫ്ലിപ്പ് വെർട്ടിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ വെർട്ടിക്കലായിട്ട് തിരിയുന്നതാണ്. വീണ്ടും ഞാൻ ഈ ബോക്സ് സെലക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. കൺട്രോൾ ഷിഫ്റ്റ്, ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ലേഔട്ട് ഓപ്ഷൻ നമുക്കിവിടെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ബോക്സുകളും ഞാനിവിടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചില സംഗതി ഇവിടെ ഒരു നോട്ട് കൊടുക്കേണ്ട ആവശ്യമാണ്. ഇതിന് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമാണ്. ഞാനിവിടെ ഇൻസെർട്ടിൽ വന്നുകൊണ്ട് നമുക്ക് വീണ്ടും ടെക്സ്റ്റ് ബോക്സ് എടുക്കുക. ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ബോക്സിന്റെ ഹൈറ്റ് അല്പം കുറവാണ് കൊണ്ട് നമുക്ക് ബാക്കി കാണാത്തത്. ഞാനിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ ഹൈറ്റ് കൂട്ടുകയാണ്. ഇവിടെ നമുക്ക് ഇതുപോലെ രണ്ട് ബോക്സ് വന്നു നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം നമുക്ക് ഉണ്ടായേക്കാം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ നോട്ട് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പ്രിലിമിനറി സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ബൗണ്ടിങ് ബോക്സിന്റെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സിന്റെ ഔട്ട്ലൈൻ നമുക്കിവിടെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് ഓപ്ഷനിൽ വരിക. ഇവിടെ ഔട്ട്ലൈൻ എന്നെഴുതിയിരിക്കുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നോ ഔട്ട്ലൈൻ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാറ്റർ മാത്രമായിരിക്കും നമുക്കിവിടെ കാണുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൺഫ്യൂഷൻ പ്രോബ്ലം ഒന്നും ഉണ്ടാവുന്നതല്ല. ഞാൻ വീണ്ടും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. കൺട്രോൾ മാത്രം ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വെച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നോ, വീണ്ടും ഇത് സെലക്ട് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുന്നു. ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് യെസ്, ഇവിടെ എസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ വീണ്ടും ഇത് സെലക്ട് ചെയ്തുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നു. സിസ്റ്റം അനാലിസിസ്, വീണ്ടും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ്, ഇവിടെയും ഒരു നോട്ട് ആവശ്യമാണ്. വീണ്ടും സെലക്ട് ചെയ്യുന്നു. സിസ്റ്റം ഡിസൈൻ, വീണ്ടും ഞാനിവിടെ ഇത് ഷിഫ്റ്റ് കൺട്രോൾ സെലക്ട് ചെയ്യുന്നു. ഇംപ്ലിമെന്റേഷൻ, ഇത് അല്പം ചെറുതാക്കുക. പിന്നെ ഔട്ട്ലൈൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് വിഷയമൊന്നുമില്ല, കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലൊക്കെ നമുക്ക് ഫ്ലോ ചാർട്ടുകൾ വേർഡിൽ ഡിസൈൻ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇംപ്ലിമെന്റേഷൻ, ഇവിടെ ഒരു ആരോ ആവശ്യമാണ്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ മാത്രം ഹോൾഡ് ചെയ്തുകൊണ്ട് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്.
ഞാനിവിടെ ഇതിൻ്റെ ഹൈറ്റ് അല്പം കൂട്ടുക. വീണ്ടും ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഹൈറ്റ് അല്പം കൂടി കൂട്ടുക. നമുക്ക് ഇത് അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക. ഈ 4 ഒബ്ജക്റ്റുകളും സെലക്ട് ചെയ്തതിനു ശേഷം നമുക്കിവിടെ ഫോർമാറ്റ് ഓപ്ഷനിൽ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ അലൈൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ പഠിച്ചിരുന്നു. ഇവിടെ അലൈൻ സെലക്ടഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ അലൈൻ മിഡിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് ഈ രീതിയിലേക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വരുന്നതാണ്. അതുപോലെ ഇത് സെലക്ട് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ഇതല്പം താഴത്തേക്ക് ഇറക്കി വയ്ക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇതും സെലക്ട് ചെയ്ത് അല്പം വലുതാക്കുക. സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇത് സെലക്ട് ചെയ്യുക, ഇതും സെലക്ട് ചെയ്യുന്നു, ലാസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. വീണ്ടും നമുക്ക് അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിൽ വരിക. ഇവിടെ നമുക്ക് അലൈൻ സെലക്ടഡ് ഒബ്ജക്ട്സ് ആക്റ്റീവ് ആയിരിക്കണം. വീണ്ടും നമ്മൾ അലൈൻ മിഡിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലേക്ക് കറക്റ്റായിട്ട് ഇത് അലൈൻ ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ ഇവിടെ ഈ ഒരു ബോക്സിനകത്ത്, അതായത് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്തിരിക്കുന്ന എല്ലായിടത്തും ഇതിനകത്തൊരു വൈറ്റ് കളർ ഫില്ല് കിടക്കുന്നുണ്ട്. നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് തന്നെ ആയതുകൊണ്ട് നമുക്കിവിടെ പ്രത്യേകിച്ച് അറിയാൻ കഴിയുന്നില്ല. ഇവിടെ നമുക്ക് ഈ വൈറ്റ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ മുകൾ ഭാഗം കാണാത്തത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ഇതിന്റെ പൊസിഷൻ ഉയർത്തി വയ്ക്കുക. അതല്ലെങ്കിൽ നമുക്കിവിടെ ഫോർമാറ്റ് ഓപ്ഷൻ തന്നെ വന്നുകൊണ്ട് ഇതിന്റെ ഷേപ്പ് ഫിൽ എന്ന് എഴുതിയിരിക്കുന്ന ഇവിടെ നോ ഫിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഔട്ട്ലൈൻ നമുക്ക് ഇവിടെ വിസിബിൾ ആയി കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ ഇതിന്റെ പൊസിഷൻ അല്പം ഉയർത്തി വെച്ചാലും മതിയാവും. ഇപ്പോൾ നമ്മുടെ ഫ്ലോ ചാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ 100% നോർമൽ ആക്കുന്നു. വേർഡിൽ ഫ്ലോ ചാർട്ടുകൾ ഉണ്ടാക്കി വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളിത് ശ്രമിച്ചു നോക്കുക. ഇൻസെർട്ട് എന്ന് പറയുന്ന ടാബിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, സ്മാർട്ട് ആർട്ട്. ഇതിപ്പോൾ ഇവിടെ ആക്റ്റീവ് അല്ല. ഞാനിവിടെ പേജിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഇത് ആക്റ്റീവായി കിട്ടുന്നത്. ഇത് നമുക്ക് ഇൻഫർമേഷൻസ് എല്ലാം വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഓർഗനൈസേഷൻ ചാർട്ട്, ഡയഗ്രാംസ് എല്ലാം നമുക്ക് ഈ രീതി മുഖേന റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പുതിയൊരു ഫയൽ എടുക്കുകയാണ്. ഫയൽ ആക്റ്റീവ് ആക്കുക, അതിനുശേഷം ന്യൂ. നമുക്കൊരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ പുതിയൊരു ഫയൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 60% ആണ് ഇതിന്റെ സൂമിംഗ് കിടക്കുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന് ഡ്രാഗ് ചെയ്യാണ്. നമുക്ക് 100%ലേക്ക് മാറ്റുക. വീണ്ടും ഞാനിവിടെ ഇൻസെർട്ടിൽ വരുന്നു. നമുക്ക് സ്മാർട്ട് ആർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ചൂസ് എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് കിട്ടുന്നതാണ്. ഇതിനകത്ത് നിന്നും ഓൾ ലിസ്റ്റാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള പല സ്റ്റൈലിലുള്ള സ്മാർട്ട് ആർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ലിസ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ലിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ചാർട്ടുകളായിരിക്കും ഇവിടെ കാണിച്ചിരുന്നത്. അതുപോലെ പ്രോസസ് ചാർട്ടുകളുണ്ട്, സൈക്കിൾ, ഹൈറാർക്കി, റിലേഷൻഷിപ്പ്, മാട്രിക്സ്, പിരമിഡ്, പിക്ചേഴ്സ് എന്നീ വിവിധ തരത്തിലുള്ള കാറ്റഗറികളാണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത്. ഞാനിവിടെ ഹൈറാർക്കി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. നമുക്ക് ആവശ്യാനുസരണം ഇതിൽ നിന്നുള്ള ഒരു ലിസ്റ്റ് പിക്ക് ചെയ്യുക. ഞാനിവിടെ ഇത് പിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജിലേക്ക് ആ ഒരു സ്റ്റൈലിലുള്ള സ്മാർട്ട് ആർട്ട് ഇവിടെ ഇൻസെർട്ട് ആവുന്നതാണ്. ഇത് നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന്റെ സ്മാർട്ട് ആർട്ട് ടൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഒരു ടാബ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. അതിനകത്ത് ഡിസൈൻ, ഫോർമാറ്റ് എന്നീ 2 ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് നമുക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ, ടൈപ്പ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിനകത്തുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള മാറ്റർ അതിനകത്തേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ICC വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യ, ഓസ്ട്രേലിയ, ആഫ്രിക്ക ഈ രീതിയിൽ നമുക്ക് ചാർട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ലേഔട്ട് നമ്മൾ ചൂസ് ചെയ്താൽ തന്നെ നമുക്ക് പിന്നീടും വേണമെങ്കിൽ മറ്റു രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റ് സ്റ്റൈലുള്ള ലേഔട്ടുകൾ ഇതിനകത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ഇവിടെ ലേഔട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെയുണ്ട്. ഇവിടെ 3 ലേഔട്ട്സ് നമുക്ക് ഇവിടെ പ്രിവ്യൂ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളിവിടെ മൗസ് പോയിന്റർ കൊണ്ടുവരുമ്പോൾ തന്നെ അതിന്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്തേക്ക് മറ്റ് സ്റ്റൈലുകൾ, ഇവിടെ ഉള്ള സ്റ്റൈലുകൾ നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്ത് കാണിച്ചിരുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സ്റ്റൈലുകൾ ഇവിടെ നിന്ന് പിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ രീതിയിലേക്കായിരിക്കും ഇത് വരുന്ന ICC വേൾഡ് കപ്പ് ക്രിക്കറ്റ്. വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുള്ള ഒരു ടീമിന്റെ ലിസ്റ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് കളർ ചേഞ്ചസ് എല്ലാം വരുത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ കളർ ചേഞ്ച് കളേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ഔട്ട്ലൈൻ, അതുപോലെ ഡാർക്ക് ടു ഔട്ട്ലൈൻസ്, അതുപോലെ ഡാർക്ക് ടു ഫില്ല് ഈ രീതിയിലേക്ക് നമുക്ക് സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ കളർഫുൾ ആയിട്ടുള്ള സ്റ്റൈലുകളുണ്ട്.
നമുക്ക് ആവശ്യാനുസരണം ഇവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ സ്റ്റൈല് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ചാർട്ടിലേക്ക് അപ്ലൈ ആവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സ്റ്റൈലുകൾ, പാറ്റേണുകൾ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആക്സെന്റ് 1, ആക്സെന്റ് 2, ആക്സെന്റ് 3 എന്നീ രീതിയിലുള്ള സ്റ്റൈലുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ റീകളർ പിക്ചേഴ്സ് ഇൻ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് റീകളറിംഗ് ഓപ്ഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ സ്മാർട്ട് ആർട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബെസ്റ്റ് സ്റ്റൈൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബെസ്റ്റ് മാച്ച് ഫോർ ഡോക്യുമെന്റ് എന്ന് പറയുന്ന സ്റ്റൈലുകളുണ്ട്. ഇവിടേക്ക് നമുക്കിത് ഇഷ്ടാനുസരണം പിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ 3D സ്റ്റൈലുകളുണ്ട്. ഇത് കൊടുക്കുകയാണെങ്കിൽ 3D ഫോമിലുള്ള ആർട്ടുകളായിരിക്കും ഇവിടെ വരുന്നത്. അതുപോലെ റീസെറ്റ് ഗ്രാഫിക്, നമ്മളിത് എങ്ങനെയാണോ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റൈലെല്ലാം മാറ്റിയിട്ട് നമുക്ക് നോർമൽ കേസിലുള്ള ഒരു സ്റ്റൈലായിട്ട് വരണമെങ്കിൽ ഇവിടെ റീസെറ്റ് ഗ്രാഫിക് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലേക്ക് ഇത് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ചാർട്ടിലേക്ക് ഇനിയും ഇതുപോലെ ഷേപ്പുകൾ ആഡ് ചെയ്യാനും അതുപോലെ ഡിലീറ്റ് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് ഷേപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ഷേപ്പ് ആഫ്റ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന ആ ഷേപ്പിന് ശേഷം നമുക്ക് മറ്റൊരു ഷേപ്പ് ഇവിടെ വരുന്നതാണ്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ശ്രീലങ്ക എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഈ രീതിയിൽ നമുക്ക് ആഫ്റ്റർ അതുപോലെ ബിഫോർ, ഇപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനിവിടെ ആഡ് ഷേപ്പ് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ബിഫോർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ മുകളിലായിട്ട് ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന ആ ഷേപ്പിന് മുകളിലായിട്ട് നമുക്ക് മറ്റൊരു ഷേപ്പ് വരുന്നതാണ്. ഇവിടേക്ക് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നു. ഞാനത് അൺഡു ചെയ്യുകയാണ്. കൺട്രോൾ Z. വീണ്ടും നമ്മളിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ഷേപ്പ് എബോവ് കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന ഷേപ്പിന് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മറ്റൊരു ഷേപ്പ് വരുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആഡ് ഷേപ്പ് എബോവ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന ഷേപ്പ് റൈറ്റ് സൈഡിലേക്ക് മാറിക്കൊണ്ട് നമുക്കിവിടെ മറ്റൊരു ഷേപ്പ് വരുന്നതാണ്. ഞാനത് അൺഡു ചെയ്യുന്നു. കൺട്രോൾ Z. വീണ്ടും നമ്മൾ ആഡ് ഷേപ്പ് ബിലോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഷേപ്പ് ഏതാണോ അതിന്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് മറ്റൊരു ഷേപ്പ് വരുന്നതാണ്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് പെയിൻ, അതായത് നമ്മളിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നതിന്റെ മാറ്റർ നമുക്ക് ടെക്സ്റ്റ് പെയിനിലൂടെ ഈ രീതിയിലേക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കാണാനെല്ലാം സാധിക്കുന്നതാണ്. ഈ പെയിൻ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പെയിൻ ഓഫായി പോകുന്നതാണ്. മറ്റൊരു ഓപ്ഷനാണ് പ്രൊമോട്ട്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഷേപ്പ് അതിന്റെ പൊസിഷൻ നമുക്ക് പ്രൊമോട്ടും ഡിമോട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നു. നമുക്കിവിടെ പ്രൊമോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നേരെ ICC വേൾഡ് കപ്പിന്റെ തൊട്ട് താഴെയായിട്ട് ഈ രീതിയിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വരുന്നതാണ്. കൂടാതെ നമുക്ക് ഡിമോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്ത് പോകുന്നതാണ്. അതുപോലെ റൈറ്റ് ടു ലെഫ്റ്റ് ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ചാർട്ടിന്റെ ഷേപ്പ് ഈ രീതിയിലേക്ക് റൈറ്റ് ടു ലെഫ്റ്റ് ആയും വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന രീതിയിലേക്കെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഓരോന്നിന്റെ പൊസിഷൻ, ഇപ്പോൾ ഇന്ത്യ, ശ്രീലങ്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക. എനിക്ക് സൗത്ത് ആഫ്രിക്ക ഇവിടെ രണ്ടാമത്തെ പൊസിഷനിൽ വരണമെങ്കിൽ അത് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ മൂവ് അപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓരോന്നിന്റെ മുകളിലായിട്ട് കയറി ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് മൂവ് ഡൗൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ശ്രീലങ്ക ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് താഴത്തേക്കാണ് വേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും താഴത്തേക്ക് പോകുന്നതാണ്. അതുപോലെ നമുക്ക് ഇവിടെ സ്മാർട്ട് ടൂൾസിന് രണ്ട് ഓപ്ഷൻ ഉള്ളത്. ഡിസൈൻ ഓപ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഫോർമാറ്റിൽ നമുക്ക് ഇതിന്റെ ഷേപ്പിന്റെ മോഡിഫിക്കേഷൻസ് എല്ലാം വരുത്താൻ സാധിക്കുന്ന ടെക്സ്റ്റ് എഫക്ട്സ് എല്ലാം കൊടുക്കാൻ സാധിക്കുന്നു. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ചേഞ്ച് ഷേപ്പ്, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഷേപ്പ് ഏതാണോ അത് നമുക്ക് ചേഞ്ച് ചെയ്ത് മറ്റൊരു ഷേപ്പിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ ആ ശ്രീലങ്ക എന്ന് എഴുതിയിരിക്കുന്ന ഷേപ്പ് ഈ രീതിയിലേക്ക് മാറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വീണ്ടും ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചേഞ്ച് ഷേപ്പ് എടുത്ത് ഇഷ്ടമുള്ള സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ഞാനിവിടെ ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ രീതിയിലേക്കെല്ലാം ഷേപ്പ് മാറി വരുന്നതാണ്. അതുപോലെ ഏതെങ്കിലും ഷേപ്പ് നമുക്ക് വലിപ്പം കൂട്ടണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ലാർജർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ലാർജർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വലിപ്പം കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഷേപ്പിന്റെ വലിപ്പം കുറയ്ക്കാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. സ്മോളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വലിപ്പം കുറഞ്ഞും കിട്ടുന്നതാണ്. അതുപോലെ ഷേപ്പ് സ്റ്റൈലുകളുണ്ട്. നമുക്ക് ഇവിടെ ഈ രീതിയിലുള്ള സ്റ്റൈൽ ABC എന്നിരിക്കുന്ന കളേർഡ് ഔട്ട്ലൈൻ ബ്ലാക്ക്, അതുപോലെ കളേർഡ് ഔട്ട്ലൈൻ ബ്ലൂ ആക്സെന്റ്, കളേർഡ് ഔട്ട്ലൈൻ ഓറഞ്ച് ആക്സെന്റ് 2 എന്നിങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ അഡീഷണൽ ഓപ്ഷൻസ് ഇവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് പല സ്റ്റൈലിലുള്ള ഷേപ്പുകൾ ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഷേപ്പ് ഫിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യാനുസരണം അതിനകത്തേക്ക് പിക്ചേഴ്സോ ഗ്രേഡിയൻസോ ടെക്സ്റ്റേഴ്സോ എല്ലാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ഈ രീതിയിലെല്ലാം നമുക്ക് ഷേപ്പിനെ മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ ഔട്ട്ലൈൻസ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇതെല്ലാം തന്നെ ഷേപ്പുകൾക്കും ഇമേജുകൾക്കും ഒരേപോലെയുള്ള എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്.
അതുപോലെ ഷേപ്പ് എഫക്ട്സ് കൊടുക്കാൻ സാധിക്കുന്നു, പ്രീസെറ്റ് സൈസുകൾ, അതുപോലെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് 3D ഓപ്ഷൻസ് എല്ലാം കൊടുക്കാൻ സാധിക്കുന്നു, ഷാഡോസ് കൊടുക്കാൻ സാധിക്കുന്നു, പല സ്റ്റൈലുള്ള ഷാഡോസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു, റിഫ്ലക്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം തന്നെ നമ്മൾ മറ്റ് തരത്തിൽ തന്നെ നമുക്ക് ഇമേജിന്റെ രീതിയിലും അതുപോലെ ഷേപ്പിന് എല്ലാം തന്നെ നമ്മൾ ഉപയോഗിച്ചതാണ്. അത് തന്നെ നമുക്ക് സ്മാർട്ട് ആർട്ടിന്റെ ഷേപ്പുകൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ടെക്സ്റ്റ് എഫക്ട്സ് അല്ലെങ്കിൽ വേഡ് ആർട്ട് സ്റ്റൈലുകൾ ഇവിടെ ഉണ്ട്. നമുക്കിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ടെക്സ്റ്റിനകത്തേക്ക് അല്ലെങ്കിൽ ആ ഷേപ്പിനകത്തേക്ക് നമുക്ക് പല കളറിലുള്ള അല്ലെങ്കിൽ എഫക്റ്റിലുള്ള ഫോണ്ട് സ്റ്റൈലുകൾ അതല്ലെങ്കിൽ അതിന്റെ വേഡ് ആർട്ടുകൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം വളരെ രസകരമായി തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ടെക്സ്റ്റ് ഫിൽസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കളർ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നു. അതുപോലെ പിക്ചേഴ്സ് ഇൻസർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഗ്രേഡിയൻസ്, പല രീതിയിലുള്ള ഗ്രേഡിയൻസ് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അതുകൂടാതെ ടെക്സ്റ്റേഴ്സ് നമുക്ക് ടെക്സ്റ്റിനകത്തേക്ക് ഇൻസർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇതെല്ലാം വളരെ ഭംഗിയായി തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ചാർട്ടുകൾ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ടെക്സ്റ്റ് ഔട്ട്ലൈൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഔട്ട്ലൈൻ നമുക്ക് കളർ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നു. അതുപോലെ പല സ്റ്റൈലുള്ള അതിന്റെ വെയിറ്റ് കൂട്ടുവാനും കുറയ്ക്കുവാനും എല്ലാം സാധിക്കുന്നതാണ്. ഈ രീതിയിലെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക. ഒരു ടെക്സ്റ്റ് എഫക്ട്സ് കൊടുക്കാൻ സാധിക്കുന്നു, ഷാഡോ എഫക്ട്സ്, അതിനകത്ത് വന്ന് ഗ്ലോ, റിഫ്ലക്ഷൻസ്, ബിവൽസ്, ആവശ്യമുള്ള ബിവലുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് അതിനെ ഭംഗിയാക്കാൻ, എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യാവുന്നതാണ്. അതുപോലെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു, നമുക്ക് ഷേപ്പ് പൊസിഷൻ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു, റാപ്പ് ടെക്സ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നു, സെലക്ഷൻ പെയിന്റ്സ് അലൈൻ ചെയ്യാൻ സാധിക്കുന്നു, റൊട്ടേഷൻ, ഇതെല്ലാം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതിന്റെ സൈസ് ഇവിടെ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഹൈറ്റ് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ് കുറയുന്നതാണ്. വിഡ്ത്ത് കൂട്ടണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിഡ്ത്ത് കൂട്ടാൻ സാധിക്കുന്നു. ഇവിടെ അതിന്റെ തൊട്ടടിയിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ വിഡ്ത്ത് കുറയ്ക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാവിധ മോഡിഫിക്കേഷൻസും നമുക്ക് കിടക്കുന്നത് സ്മാർട്ട് ടൂൾസിലെ ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് കിടക്കുന്നത്. ഇങ്ങനെ സ്മാർട്ട് ആർട്ടുകൾ വിവിധങ്ങളായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രസന്റ് ചെയ്യാനും കാഴ്ചക്കാരനെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. ഇതുപോലെ സ്മാർട്ട് ആർട്ട് ടൂളുകളുടെ സാധ്യത നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നല്ല ഗ്രാഫിക്സുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്കും സാധിക്കുന്നതാണ്. അത് ചെയ്തു നോക്കുക. ഇനി ഇൻസെർട്ടിൽ വരുന്ന മറ്റൊരു ഓപ്ഷൻ നമുക്ക് ചാർട്ട് പേജിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഡോക്യുമെന്റിന്റെ അകത്തേക്ക് നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ചാർട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസെർട്ട് ചാർട്ട് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇതിനകത്തേക്ക് നമുക്ക് റീസെന്റ് ചാർട്ടുകളുണ്ട്. നമ്മൾ ഈ അടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചാർട്ടുകൾ നമുക്ക് ഇവിടെ റീസെന്റിൽ നിന്നും പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ടെംപ്ലേറ്റ്സ്, ഇവിടെ നമുക്ക് ടെംപ്ലേറ്റുകൾ ചാർട്ടിന്റെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ കോളം ചാർട്ട് ഒരു കാറ്റഗറിയാണ് കോളം ചാർട്ട്. ഈ കോളം നമുക്ക് ഡിഫറെന്റ് സ്റ്റൈലിലുള്ള കോളംസ് ഉണ്ട്. ഇത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പിക്ക് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ലൈൻ ചാർട്ടുകൾ വരുന്നുണ്ട്. ലൈൻ, ഡിഫറെന്റ് സ്റ്റൈലിലുള്ള ലൈൻ ചാർട്ടുകൾ കൊടുക്കാൻ സാധിക്കുന്നു. ഇത് ലൈൻ വിത്ത് മാർക്കേഴ്സ്, സ്റ്റാക്ക്ഡ് ലൈൻ വിത്ത് മാർക്കേഴ്സ്, ഇങ്ങനെ വിവിധ രീതിയിലുള്ള ലൈൻ ചാർട്ടുകളുണ്ട്. അതുപോലെ പൈ ചാർട്ടുകൾ വരുന്നുണ്ട്. നമുക്ക് പൈ ചാർട്ടുകൾ 3D പൈ ചാർട്ടുകൾ വരുന്നുണ്ട്. കൂടാതെ പൈ ഓഫ് പൈ എന്ന് പറയുന്ന ചാർട്ടുകളുണ്ട്. ബാർ ഓഫ് പൈ, ഇങ്ങനെ വിവിധ രീതിയിലുള്ള പൈ ചാർട്ടുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഗ്രാഫിക് റെപ്രസെന്റേഷൻ നമുക്ക് ഓഡിയൻസിന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഏത് ചാർട്ടുകളും എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ബാർ ചാർട്ട് ഉണ്ട്, ഏരിയ ചാർട്ട്, എക്സ് വൈ സ്കാറ്ററിംഗ് ചാർട്ടുകൾ, സ്റ്റോക്ക് ചാർട്ട്, സർഫസ് ചാർട്ട് എന്നീ വിവിധ തരത്തിലുള്ള ചാർട്ടുകൾ ലഭ്യമാണ്. ഞാനിവിടെ കോളം ചാർട്ട് പിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കോളം ചാർട്ടിൽ തന്നെ നമുക്ക് ഏത് സ്റ്റൈൽ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ആദ്യം കാണുന്ന ക്ലസ്റ്റേർഡ് കോളം എന്ന് പറയുന്ന ഈ ചാർട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജിലേക്ക് ആ കോളം ചാർട്ട് ഇൻസെർട്ട് ആവുന്നതാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഷീറ്റ് ഇവിടെ കിട്ടുന്നതാണ്. അതിന്റെ കാറ്റഗറി 1, ഇപ്പോൾ നമ്മൾ കാറ്റഗറി 1 എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എക്സ് ആക്സിൽ വന്നിരിക്കുന്നത്. അതുപോലെ കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4, അതുപോലെ അതിനകത്ത് നമുക്ക് സീരീസ് 1, സീരീസ് 2, സീരീസ് 3 ഈ രീതിയിലേക്ക് നമുക്ക് സീരീസ് വന്നിട്ടുണ്ട്. അതിന്റെ വൈ ആക്സിസിൽ നമുക്ക് വന്നിരിക്കുന്നത് സീരീസ് ആണ്. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ കാറ്റഗറി 1 എന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ കാറ്റഗറി 1 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് 2005, കാറ്റഗറി 2 2010, ഇവിടെ നമ്മൾ ടാബ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെല്ലിലേക്ക് പോകുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനിവിടെ 2015 ഈ സെല്ല് നമുക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇത് മൊത്തം സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം സെലക്ഷൻ ആവുന്നതാണ്. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആ റോ മൊത്തത്തിൽ ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഇവിടെ സീരീസ് ഞാനിവിടെ LDF ടാബ് കീ പ്രസ് ചെയ്യുന്നു. UDF 2005 നമുക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകളുടെ എണ്ണം ഞാനിവിടെ ഒരു 2500, UDF 2700, BJP 1500. അതുപോലെ അടുത്ത സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. 2010ലേക്ക് വരുമ്പോഴേക്കും നമുക്കത് 3700, UDF 4500, BJP 2000
2015 2800 5000 ഇവിടെ നമുക്ക് 4000 ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് നടത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ എക്സ് ആക്സിൽ നമുക്ക് 2005 2010 2015 എന്നീ വർഷങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ LDF UDF BJP. ഞാനിത് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് LDF എന്നിരിക്കുന്നത് നീല ബാർ കാണിച്ചിരിക്കുന്നത് LDFന്റെ വോട്ടിംഗ് ആണ്. അതുപോലെ UDFന്റെ ഓറഞ്ച് കളർ, BJP ഗ്രേ കളറിൽ കാണിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ ലേഔട്ട് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇൻലൈൻ വിത്ത് ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ വിത്ത് ടെക്സ്റ്റ് റാപ്പിംഗ് ഉണ്ട്, സ്ക്വയർ, അതുപോലെ ടൈറ്റ്, ത്രൂ എന്നീ ഓപ്ഷൻസ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സ്ക്വയർ ഓപ്ഷനിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ചാർട്ട് എലമെന്റ്സ് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആക്സിസ് നമുക്കിപ്പോൾ വിസിബിൾ ആണ്. ഈ ആക്സിസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻവിസിബിൾ ആയി പോകുന്നതാണ്. ഇതിനകത്ത് നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിന്റെ പ്രൈമറി ഹൊറിസോണ്ടൽ, പ്രൈമറി വെർട്ടിക്കൽ എന്നീ ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രൈമറി ഓപ്ഷൻസും അതുപോലെ വെർട്ടിക്കൽ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ആക്റ്റീവ് ആക്കാനെല്ലാം സാധിക്കുന്നു. ഞാനിവിടെ ഇത് ആക്റ്റീവ് ആക്കി വയ്ക്കുന്നു. അതിനുശേഷം ആക്സിസ് ടൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇനാക്റ്റീവ് ആണ് ആക്സിസ് ടൈറ്റിൽ. കൂടാതെ ചാർട്ട് ടൈറ്റിൽ ഉണ്ട്. ചാർട്ട് ടൈറ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഇനാക്റ്റീവ് ആയി പോകുന്നത് നമുക്ക് ഇവിടെ വിസിബിൾ ആയിട്ട് കിട്ടുന്നതല്ല. ഇത് ആക്റ്റീവ് ആക്കുന്നു. ഇവിടെ നമ്മൾ ഡാറ്റ ലേബൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതുപോലെ ലേബൽസ് ഓരോ ബാറിന്റെയും മുകളിലായിട്ട് അതിന്റെ അളവ് ഇവിടെ കാണിച്ചിരുന്നതാണ്. അത് ഞാനിവിടെ ഓഫ് ചെയ്ത് വയ്ക്കുന്നു. അതുപോലെ ഡാറ്റ ടേബിൾ ഉണ്ട്. ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ടേബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ആ സെലക്ഷൻ ഡാറ്റയിലുള്ള കണ്ടന്റ് ഇതുപോലെ നമ്മുടെ ചാർട്ടിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 2005 2010 2015 അതുപോലെ LDF UDF BJP എന്നെല്ലാം നമുക്കിവിടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്ത് വയ്ക്കുന്നു. അതുപോലെ എറർ ബാർസ് ഉണ്ടെങ്കിൽ നമുക്ക് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കാണിച്ചിരുന്നതാണ്. അതുപോലെ ഗ്രിഡ് ലൈൻസ് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഗ്രിഡ് ലൈൻസ്, ഈ കാണുന്ന ഗ്രിഡ് ലൈൻസ് ഇവിടെ ഇൻവിസിബിൾ ആയി വരുന്നതാണ്. അതുപോലെ ലെജൻസ് ഇവിടെ ഉണ്ട്. ലെജൻസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ലെജൻസ് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ലെജൻസ് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ ലെജൻഡ് ഓൺ ചെയ്ത് വയ്ക്കുന്നു. ഇതിനും അഡീഷണൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിന്റെ ടോപ്പ് എവിടെയൊക്കെയാണ് അത് വരേണ്ടത്, ലെജൻസ് റൈറ്റ് സൈഡിലാണോ വേണ്ടത് അല്ലെങ്കിൽ ടോപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് സൈഡിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ബോട്ടം സൈഡ് എല്ലാം കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ ലെജൻസ് നമുക്ക് വിസിബിൾ ആക്കാനും ഇൻവിസിബിൾ ആക്കാനും സാധിക്കുന്നു. കൂടാതെ ട്രെൻഡ് ലൈൻ ഇത് ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യ ട്രെൻഡ് ലൈൻ ബേസ്ഡ് ഓൺ സീരീസ്, നമുക്ക് ഓരോന്നിനും ബേസ് ചെയ്തുകൊണ്ട് ട്രെൻഡ് ലൈൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലേക്ക് നമുക്ക് അതിന്റെ ട്രെൻഡ് ലൈൻസ് കാണാൻ സാധിക്കുന്നതാണ്. ട്രെൻഡ് ലൈൻ ഞാനിവിടെ ഇനാക്റ്റീവ് ആക്കുന്നു. വീണ്ടും അടുത്ത ഓപ്ഷനാണ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റൈലുകൾ നമുക്ക് പല രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുകൾ ലഭിക്കുന്നതാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റൈലായിരിക്കും അതിനകത്തേക്ക് അപ്ലൈ ആവുന്നത്. ഈ രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള സ്റ്റൈലുകൾ നമുക്ക് അറ്റ് എ ടൈം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ കളർ സ്കീം കൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കളർ പാറ്റേണുകൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലേക്ക് ചാർട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ വരുന്ന മറ്റൊരു ഓപ്ഷനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. സീരീസിൽ വന്നിരുന്ന സെലക്ട് ഓൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇനാക്റ്റീവ് ആയി വരുന്നതാണ്. ഇവിടെ LDF അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ആ സീരീസ് LDFന്റെ മാത്രമായിരിക്കും കാണിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ LDFും UDFും കാണിച്ചിരുന്നതാണ്. അതുപോലെ കാറ്റഗറീസ് നമുക്ക് ഓരോ ഇയറിന്റെയും അല്ലെങ്കിൽ നമുക്ക് കാണിച്ചിരിക്കുന്ന എക്സ് ആക്സിലുള്ള ഇയറുകൾ നമുക്ക് എല്ലാം കാണണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ 2010 2015 മാത്രമായിരിക്കും നമുക്ക് ഇവിടെ വിസിബിൾ ആയി കിട്ടുന്നത്. ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ സെലക്ട് ഓൾ കൊടുക്കുന്നു. ഇവിടെയും നമുക്ക് സെലക്ട് ഓൾ കൊടുക്കാവുന്നതാണ്. അപ്ലൈ കൊടുക്കുക. അതിനുശേഷം നെയിംസ് വേണമെങ്കിൽ നമുക്ക് റോ 1 LDF UDF BJP രണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് സീരീസ് 1 സീരീസ് 2 സീരീസ് 3 എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് ആ പേരുകൾ ഇവിടേക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ കോളം ഇവിടെ തന്നിട്ടുണ്ട്. കാറ്റഗറീസ് കോളം A നമുക്ക് 2005 2010 2015 എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ നൺ കൊടുക്കുകയാണെങ്കിൽ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് 1 2 3 എന്നീ രീതിയിലായിരിക്കും നമുക്ക് അതിന്റെ ഡിസ്പ്ലേ വരുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റ് സ്മാർട്ട് ആർട്ട് ടൂളുകളെ പോലെ തന്നെ അല്ലെങ്കിൽ ഇമേജുകളെ പോലെ നമുക്ക് ചാർട്ട് ടൂൾസ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഓപ്ഷൻ വരുന്നതാണ്. ഇതിനകത്തേക്ക് ഡിസൈൻ അതുപോലെ ഫോർമാറ്റ് എന്നീ 2 ടാബുകളാണ് വരുന്നത്. ഞാൻ ഡിസൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് ചാർട്ട് എലമെന്റ്സ് നമ്മളിവിടെ കണ്ട ചാർട്ട് എലമെന്റ്സ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആക്സിസ്, പ്രൈമറി, ഹൊറിസോണ്ടൽ ഈ രീതിയിലുള്ള സെറ്റിംഗ്സ് ഇവിടെ വരുത്താൻ സാധിക്കുന്നു. അതുപോലെ ചാർട്ട് ടൈറ്റില്, ഡാറ്റ ലേബൽസ്, സെന്റർ, അതുപോലെ ഇൻസൈഡ് എൻഡ്, ഇൻസൈഡ് ബേസ് എന്നെല്ലാം പറയുമ്പോൾ ഈ ലേബൽ അതിനനുസരിച്ച് പൊസിഷൻ ചെയ്യുന്നതാണ്. ഔട്ട്സൈഡ് എൻഡ്, ഡാറ്റ കോൾ ഔട്ട് ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക്
അത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഡാറ്റ ടേബിൾ വരുന്നുണ്ട് വിത്ത് ലെജൻഡ്സ് കീസ് വെച്ച് കൊടുക്കാവുന്നതാണ്. നോ ലെജൻഡ് കീസ് കൊടുത്തു കഴിഞ്ഞാൽ ലെജൻഡ് കീസ് ഉണ്ടാവുന്നതല്ല. ഈ രീതിയിലെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഗ്രിഡ് ലൈൻസ് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. പ്രൈമറി, മേജർ, വെർട്ടിക്കൽ, അതുപോലെ പ്രൈമറി, മൈനർ, ഹൊറിസോണ്ടൽ ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് മൈനറായിട്ടും വെർട്ടിക്കലായിട്ടൊക്കെ എല്ലാം തന്നെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ലെജൻഡ്സ് ഇവിടെ വന്നുകൊണ്ട് നമുക്ക് റൈറ്റ്, ടോപ്പ്, ലെഫ്റ്റ്, ബോട്ടം ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. കൂടാതെ ക്വിക്ക് ലേ ഔട്ട് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിന്റെ ലേ ഔട്ട് ചേഞ്ച് വരുത്താൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ലേ ഔട്ട്സ് പിക്ക് ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ ചേഞ്ച് കളർ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചേഞ്ച് കളർ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഡിസൈൻ ചാർട്ട് സ്റ്റൈൽസ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റൈൽസ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. ഈ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ അതിനകത്ത് സെലക്ട് ഡാറ്റ, നമ്മുടെ ഡാറ്റ സോഴ്സുകൾ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഈ രീതിയിൽ നമുക്ക് LDF, UDF, BJP അതുപോലെ വീണ്ടും ആഡ് ചെയ്യണമെങ്കിലോ എഡിറ്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. ഈ രീതിയിൽ മാറ്റങ്ങളെല്ലാം വരുത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ വരുന്നതാണ് എഡിറ്റ് ഡാറ്റ. വീണ്ടും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റാസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡാറ്റ സോഴ്സ് ഇവിടെ കാണിച്ചിരുന്നതാണ്. ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് ചേഞ്ച് ചാർട്ട് ടൈപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാർട്ട് ടൈപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റേ ഏരിയ ചാർട്ടോ അല്ലെങ്കിൽ ബാർ ചാർട്ടായിട്ടെല്ലാം നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ട് ഈ രീതിയിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാനിവിടെ അൺഡു ചെയ്യുന്നു, കൺട്രോൾ സെറ്റ്. അതുപോലെ നമ്മൾ ഫോർമാറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിന്റെ സീരീസ്, ഇവിടെ ഫോർമാറ്റ് സെലക്ഷൻ, ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ബാർ നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ സീരീസ് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. പ്രൈമറി ആക്സിസ്, സെക്കൻഡറി ആക്സിസ് എന്നീ ഓപ്ഷൻസ് ഉണ്ട്. സീരീസ് ഓവർലാപ്പ് വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈ രീതിയിലേക്ക് ഓവർലാപ്പ് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്യാപ്പ് വിഡ്ത്ത് ഇവിടെ നമുക്ക് കൂട്ടുവാനും അതുപോലെ കുറയ്ക്കുവാനും എല്ലാം സാധിക്കുന്നതാണ്. സെക്കൻഡറി ആക്സിസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ രീതിയിലേക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയെല്ലാം അഡ്ജസ്റ്റ്മെന്റ് വരുത്താൻ സാധിക്കുന്നു. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഷേപ്പുകൾ ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആവശ്യമുള്ള ഷേപ്പുകൾ നമുക്ക് ചാർട്ടിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പ് ഇതിനകത്തേക്ക് വരുന്നതാണ്. ഞാനിത് അൺഡു ചെയ്യുന്നു. അതുപോലെ നമുക്ക് അതിൻ്റെ ഷേപ്പ് സ്റ്റൈൽസ് ഇവിടെ നിന്നും മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സ്റ്റൈലിലേക്ക് അത് സെലക്ട് ചെയ്തിരിക്കുന്ന ഷേപ്പുകൾ മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ അകത്തേക്ക് കളർ ചേഞ്ചസ് കൊടുക്കാൻ സാധിക്കുന്നു. അതുപോലെ എഫക്ട്സ് കൊടുക്കാൻ സാധിക്കുന്നു. പിക്ചേഴ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിക്ചർ നമുക്ക് വർക്ക് ഓഫ് ലൈനിൽ നിന്ന് പിക്ചർ എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ബാറിലേക്ക് പിക്ചർ ഇൻസെർട്ട് ആവുന്നതാണ്. ഞാനത് അൺഡു ചെയ്യുന്നു, കൺട്രോൾ സെറ്റ്. അതുപോലെ നമുക്ക് ലൈൻസിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു, കളർ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു, വെയിറ്റ് വ്യത്യാസപ്പെടുത്താൻ സാധിക്കുന്നു. ഇവ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ലെറ്റേഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്വിക്ക് സ്റ്റൈൽസ്, വേർഡ് ആർട്ട് സ്റ്റൈലുകളെല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നു. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ക്വിക്ക് സ്റ്റൈൽസ് സെലക്ട് ചെയ്യുക. ഈ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം നമുക്ക് വരുത്താൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് എഫക്ട്സുകൾ, ഔട്ട്ലൈൻ എഫക്റ്റുകൾ, ഫിൽ എഫക്റ്റുകളെല്ലാം തന്നെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നു. പൊസിഷൻ മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ ടോപ്പ്, അതുപോലെ ലെഫ്റ്റ് ടോപ്പ് സൈഡ്, മിഡിൽ ടോപ്പ്, അങ്ങനെ ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് ടെക്സ്റ്റ് റാപ്പിംഗ്സ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ റാപ്പ് ടെക്സ്റ്റ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻലൈൻ വിത്ത് സ്ക്വയർ ടെക്സ്റ്റ് ടൈറ്റ് ത്രൂ ഇതെല്ലാം തന്നെ നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കിവിടെ പെയിൻ ബാറിൽ മറ്റൊരു സംഗതി വന്നിട്ടുണ്ട്, ലെജൻഡ് ഓപ്ഷൻസ്. നമ്മൾ നേരത്തെ കണ്ടാണ്, ഇപ്പോൾ ബോട്ടത്തിലാണ് കിടക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഈ ലെജൻസ് ഇതുപോലെ ടോപ്പിലേക്കോ അല്ലെങ്കിൽ റൈറ്റിലേക്കോ എല്ലാം നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ലെജൻഡാണ് കിടക്കുന്നത്. നമുക്ക് പ്ലോട്ട് ഏരിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലോട്ട് ഏരിയയുടെ ഓപ്ഷൻസ് വരുന്നതാണ്. ഇവിടെ നമുക്ക് ഷാഡോ കൊടുക്കാൻ സാധിക്കുന്നു, ഗ്ലോ കൊടുക്കാൻ സാധിക്കുന്നു. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ട്രാൻസ്പെറൻസി, അതിൻ്റെ കളർ, ഷാഡോസ് ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലേക്ക് ഷാഡോ വരുന്നതാണ്. അതുപോലെ ബ്ലറിങ്നെസ് കൂട്ടാം. അതുപോലെ അതിൻ്റെ ആംഗിൾസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു, ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു, ഗ്ലോസ് ഇവിടെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു, സൈസ് കൂട്ടുക, അതുപോലെ ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യാം. ഈ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം തന്നെ നമുക്ക് വരുത്താൻ സാധിക്കുന്നതാണ്. അതിൻ്റെ പ്രീസെറ്റ് കളർ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സോഫ്റ്റ് എഡ്ജസ് കൊടുക്കാൻ സാധിക്കുന്നു. 3D ഫോർമാറ്റ് വേണമെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും നമുക്ക് ഇതിനകത്തേക്ക് വരുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്കിവിടെ പ്ലോട്ട് ഏരിയ മാറ്റി ഞാനിവിടെ സീരീസ് LDF ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് LDFന്റെ ബാറുകളായിരിക്കും സെലക്ഷൻ ആയിട്ട് വരുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് 3D അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള 3Ds അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് UDF സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് നമുക്ക് 3Ds അപ്ലൈ ചെയ്യാൻ സാധിക്കും. 3D തന്നെയല്ല, ഏതൊരു എഫക്റ്റും നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് UDF കഴിഞ്ഞു BJP സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ മറ്റൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ നമുക്ക് ഈ രീതിയിലേക്ക് വന്നിരിക്കുന്ന മാറ്റം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫോർമാറ്റിംഗ് കൊടുത്തുകൊണ്ട് നല്ല ചാർട്ടുകൾ ഉണ്ടാക്കി നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളിത് ശ്രമിച്ചു നോക്കുക. ഇതുപോലെ നമുക്ക് കൊടുത്തിരിക്കുന്ന എഫക്റ്റ് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് BJP എന്ന് പറയുന്ന ആ ഒരു സീരീസ് ആണ്.
ഞാനിവിടെ റീസെറ്റ് ടു മാച്ച് സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കൊടുത്തിരിക്കുന്ന എഫക്റ്റ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു, റീസെറ്റ് ടു മാച്ച് സ്റ്റൈൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ചാർട്ട് നമ്മൾ ഇൻസെർട്ട് ചെയ്തിരിക്കുന്ന ചാർട്ട് നമുക്ക് ഡിലീറ്റ് കളയണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർട്ട് അവിടെ നിന്ന് നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ നമുക്ക് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. ഇവിടെ സെലക്ഷൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനകത്തുള്ള ഷേപ്പ് അല്ല സെലക്ട് ചെയ്യേണ്ടത്, ഇതിന്റെ ബോക്സ് ആയിരിക്കണം സെലക്ഷനിൽ വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക,